മാനസികമായിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാകുന്നുവെന്ന് അനുമോൾ എല്ലാവരുടെയും മുൻപിൽ വന്ന് നിന്ന് പറയുന്നു. നാളെ നടക്കാൻ പോകുന്നത് ജയിൽ നോമിനേഷനാണ്. അനു ഇങ്ങനെ വന്ന് പറഞ്ഞു നിന്ന് ആരെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു കാരണം പറഞ്ഞ് തുടങ്ങുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ഒരാളെ ജയിൽ നോമിനേറ്റ് ചെയ്യുന്നു. അടുത്തതായിട്ട് ആദിൽ വന്ന ഒരു നന്ദിയില്ലാത്ത മനുഷ്യനാണ് എന്ന് പറയുന്നു. ആ നോട്ടം കണ്ടു കഴിഞ്ഞാൽ അറിയാം അത് അനീഷിനെ തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് എന്ന്. അടുത്തതായിട്ട് ഇനി ഈ വീട്ടിലെ നിന്നെ കാണുന്നത് ഞാൻ യു ആർ ജസ്റ്റ് എ ഗെയിമർ, ഇനി മുതൽ നീ ഒരു ഗെയിമർ മാത്രമാണ് എന്ന് നെവിൻ പറഞ്ഞ ഒരാളെ നോമിനേറ്റ് ചെയ്യുന്നു. അത് അനുമോൾ തന്നെ ആയിരിക്കുമല്ലോ. രണ്ടുപേരെ പറയുന്നു, അതിൽ ഒരാൾ ഉറപ്പായിട്ടും തന്നെ അനുമോൾ ആയിരിക്കും. പിന്നീട് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് ബിഹേവ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയെന്ന് നൂറ പറയുന്നുണ്ട്. ഇല്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ തുനിഞ്ഞിറങ്ങല്ലേ എന്ന് ലക്ഷ്മി ആർക്കോ ഒരു ഉപദേശം കൊടുത്തിട്ട് ഒരാളെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അത് അക്ബറിനെ ഉദ്ദേശിച്ചായിരിക്കുമോ എന്നറിയത്തില്ല. എത്ര നാണം കെട്ട വർത്താനമാണ് നിങ്ങൾ പറഞ്ഞത് എന്ന് അക്ബർ പറഞ്ഞ് ഒരാളെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഷാനവാസോ അനീഷോ ആയിരിക്കാം. എന്തായാലും നാളെ നടക്കാൻ പോകുന്നത് ജയിൽ നോമിനേഷൻസ് ആണ്. ആരെയൊക്കെ നോമിനേറ്റ് ചെയ്തു എന്ന് ലൈവായിട്ട് ജയിൽ നോമിനേഷൻ നടക്കുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. അതൊക്കെ കാണുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക.